പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഒരുക്കിയ നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ സന്ധ്യായാമം ദൈവത്താൽ അവിടുന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പകൽക്കാലം പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും ദൈവാത്മാവ് നമ്മെ അവിടെവിടങ്ങളിൽ പരിപാലിച്ചു. അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും വേദനകളും ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരേ തമ്പുരാൻ നാം ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ദൈവം നമ്മെ പരിപാലിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞ് പ്രവർത്തിച്ച് വഴി തുറന്ന് മാനിക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ആലോചന വിശ്വസ്തതയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പല വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നടുവിലാണ്. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും നമുക്ക് വിടുതലുകൾ നേരിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കാതിരിക്കുന്നതിന് കാരണം നമ്മുടെ അവിശ്വസ്തതയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അവിശ്വസ്തത നടക്കുമോ, വിടുതലുണ്ടാകുമോ, ദൈവം പ്രവർത്തിക്കുമോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നുള്ള അവിശ്വസ്തതകൾ, അവിശ്വാസം മാറി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ അവിശ്വാസം മുഖാന്തരം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്ന അനുഭവത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിസ്കിയ രാജാവിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്, ഒരു ചിന്തയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ വന്നിട്ട് ഹിസ്കിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ മരിക്കപ്പെടാൻ പോകുക, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. യെശയ്യാവ് വന്ന് ദൂത് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഹിസ്കിയാവിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന ഒരു ദൈവിക പുരുഷനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്താണ് ഇവിടെ യെശയ്യാവ് എന്ന് പറയുന്നത്? നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കപ്പെടാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ നിൽക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക വെളിപ്പാട് ഇങ്ങനെയാണ്. നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിക്കപ്പെടാൻ പോകുകയാണെന്ന് യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് ദൂത് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിനകത്തെ കാര്യങ്ങൾ ക്രമീകരിക്കാനല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. ഗൃഹകാര്യം ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മരിക്കുന്നതിന് മുന്നമേ നിന്റെ ബാങ്ക് ബാലൻസ് മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നോ, നിന്റെ പ്രോപ്പർട്ടിയുടെ പ്രമാണം അളവ് തിരിച്ച് മക്കൾമാർക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ നിനക്കുള്ളതെല്ലാം ഭാഗം വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനോ അല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഗൃഹകാര്യം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തു പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ
കൊടുക്കാനുള്ളവരുടെ പേരിലേക്ക് എഴുതി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അല്ലെ, നമ്മൾ പറയാറില്ലേ, മരിക്കാൻ കടക്കുക, അപ്പച്ചൻ മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പപ്പ മരിക്കുന്നതിന് മുന്നമേ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാക്കണം, അത് എഴുതി മേടിക്കണമെന്നൊക്കെ നമ്മൾ പലരും പറയാറില്ലേ. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചിന്തയല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൗതികപരമായിരിക്കുന്ന പ്രോപ്പർട്ടിയെ കുറിച്ചോ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചോ ബാങ്ക് ബാലൻസുകളെ കുറിച്ചോ അല്ല ദൈവാത്മാവ് പറയുന്നത്. നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പോരായ്മകളെ ഒന്നുകൂടി വന്ന് ക്രമീകരിക്കുവാൻ നമ്മുടെ ആയിത്തീരണം. ഗൃഹം എന്ന് പറയുമ്പോൾ ഞാനാകുന്ന ഭവനം എന്നിലുള്ള പോരായ്മകൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അത് ഒന്ന് ക്രമീകരിക്കുവാനിടയായി തീരണം എന്നാണ് ദൈവാത്മാവ് ദൂത് പറയുന്നത് യെശയ്യാവിൽ കൂടി. അവ കഴിഞ്ഞ നാളുകളിൽ കടപ്പ് വന്നതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടപ്പിലാകാൻ പരാജയപ്പെടാനുണ്ടായ ചില കാര്യങ്ങൾ ജീവിത മേഖലയിൽ പരാജയപ്പെട്ട് കിടക്കയിൽ ഒതുങ്ങിപ്പോകുന്നത് പോലെ ഒതുങ്ങിപ്പോകാനുണ്ടായ ചില കാരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴോ എവിടെയോ സംഭവിച്ചു പോയി. അതിനെ ക്രമപ്പെടുത്താനാണ് ദൈവാത്മാവ് ഹിസ്കിയാവിനോട് യെശയ്യാവ് മുഖാന്തരം ദൂത് പറയുവാനിടയായിത്തീരുന്നത്. ഈ ദൂത് കേട്ട ഉടനെ ഹിസ്കിയാവ് ദൈവത്തോട് പറയുന്നൊരു കാര്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ദൂത് കേട്ട ഉടനെ ഹിസ്കിയാവ് മുഖം ചുവരോട് ചേർത്തു. കിടക്കയിൽ കിടന്ന, അല്ലെങ്കിൽ കിടക്കയിൽ കിടക്കുക എന്ന് പറയുമ്പോൾ കട്ടിലിൽ കിടന്ന കാര്യമല്ല പറയുന്നത്. പരാജയപ്പെട്ട് ഒന്നുമില്ലാത്ത കിടക്കയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഒരു നിവൃത്തിയുമില്ലാത്ത മേഖലയിൽ തന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറയാ, നീ മരിക്കപ്പെടാൻ പോകുക, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുവാനിടയായി തീരണം. ഗൃഹകാര്യം ക്രമപ്പെടുത്തി കഴിയുമ്പോൾ നിന്റെ ജീവിതം ഇവിടുന്ന് മാറ്റപ്പെടാൻ പോകുക എന്ന് പറയുമ്പോൾ അവിടെ ഹിസ്കിയാവ് മുഖം ചുവരോട് ചേർത്ത് ദൈവത്തോട് നിലവിളിക്കുവാനിടയായി തീർന്നു. അയ്യോ യഹോവേ, ഞാൻ തിരുമുമ്പിൽ വിശ്വസ്തയോടെ നടന്നു, ഏകാഗ്ര ഹൃദയത്തോടുകൂടി നടന്നു. തന്റെ മുഖം ചുവരോട് ചേർത്ത് വെച്ച് തന്റെ കുറവുകളെ ഒന്നുകൂടി ഇറക്കാൻ തയ്യാറായപ്പോൾ എവിടെ പരാജയപ്പെട്ടോ, ദൂത് വന്നിരിക്കുന്നത് നീ മരിക്കാൻ പോകുകയാണെന്ന്. പക്ഷേ ദൈവാത്മാവ് ആ മരണകരമായിരിക്കുന്ന ദൂതിനെ യെശയ്യാവ് നടുമുറ്റത്ത് എത്തുന്നതിന് മുന്നമേ തന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായ, തന്റെ ഗൃഹത്തെ, തന്റെ ഭവനത്തെ, ഞാനാകുന്ന അല്ലെങ്കിൽ താനാകുന്ന ഭവനത്തെ ഒന്ന് ക്രമീകരിക്കാൻ, ഒന്നുകൂടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ തന്റെ പോരായ്മകളെ ദൈവം ക്ഷമിച്ചു. തന്റെ വിശ്വസ്തതയുടെ മുമ്പിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. യെശയ്യാവ് നടുമുറ്റത്ത് എത്തുന്നതിന് മുന്നമേ ദൈവാത്മാവ് തനിക്ക് തിരിച്ചു ദൂത് കൊടുത്തു, നീ ഹിസ്കിയാവിന്റെ അടുക്കൽ പോയിട്ട് പറയണം, നീ മരിക്കത്തിൽ ഒരു 15 സംവത്സരം കൂടി ഞാൻ നിനക്ക് ദീർഘായുസ് തന്നിരിക്കുകയാണ്. അതിന് പിന്നിലെ കാരണമെന്ന് പറയുമ്പോൾ ഗൃഹകാര്യം, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നികത്താൻ, പോരായ്മകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ, മുറുകെ പിടിച്ചിരിക്കുന്ന പാപവും മുറുകെ പറ്റുന്ന പാപവും ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവ് ഹിസ്കിയാവിന് വേണ്ടി ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് പലപ്പോഴും വിടുതലിന് തടസ്സമായി നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ അവിശ്വസ്തതയാണ്. വിശ്വാസത്തോടുകൂടി നമ്മുടെ ഭവനത്തെ, നാം ആകുന്ന ഭവനത്തെ ഒന്ന് ക്രമീകരിക്കാൻ,
ആമേൻ. ദൈവസന്നിധിയിൽ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ്, പോരായ്മകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നമ്മുടെ വിശ്വസ്തതയുടെ മുമ്പിൽ നമ്മുടെ മരിക്കപ്പെട്ട അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ചില വിഷയങ്ങള്, കട്ടിലിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങള് ദൈവാത്മാവ് വിടുതൽ നൽകി തന്ന് മാനിക്കും എന്ന് ഇന്ന് രാത്രികാല ദൈവാത്മാവിൽ ദൂത് പറയുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.